ഈ കപ്പ് കളയണ്ട. ഇതുകൊണ്ട് ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവർ ബാസ്ക്കറ്റ് ഉണ്ടാക്കിയല്ലോ. ഇതാ അതുപോലെ. ഇതിന് മെയിനായിട്ട് വേണ്ട ഒരു ബോളും ഒരു പേപ്പർ കപ്പുമാണ്. പക്ഷെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കോഡാണ് ബോളിന് പകരം. ഇത് ഉണ്ടാക്കാൻ ആദ്യമായിട്ട് നമുക്കൊരു ബേസാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ബേസായിട്ട് എടുത്തിരിക്കുന്ന ഒരു പേപ്പർ കഷ്ണമാണ്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാർഡ് ബോർഡ് എടുക്കാം. അതുപോലെ B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഒരു ഫെവിക്കോൾ ആയാലും മതി. പക്ഷെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നേരം പിടിക്കും അത് ഫിറ്റ് ആവാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് B7000 ഗ്ലൂ ആണ്. ഇവിടെ ഏകദേശം ഒരു 4 സ്ട്രിങ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഉണ്ടാക്കുമ്പോൾ ആ ബേസ് കവർ ചെയ്യുന്നതനുസരിച്ചിട്ട് ആ സ്ട്രിങ് ചുറ്റി കൊടുക്കുക. നമ്മൾ ആദ്യം തന്നെ കത്രിക ഉപയോഗിച്ചിട്ട് ഓൾറെഡി കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഫുൾ അത് കംപ്ലീറ്റ് ആയിട്ട് ബേസിൻ്റെ അവിടെ വരെ എത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്നത്. ഇനിയാണ് നമ്മുടെ നെയ്ത്ത് ആരംഭിക്കുന്നത്. വിഷ്വൽസിൽ കാണിക്കുന്ന പോലെ ഉള്ളിൽ നിന്ന് മുമ്പിലോട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഫസ്റ്റ് സ്ട്രിങ് മൊത്തം കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നെക്സ്റ്റ് സ്ട്രിങ് എത്തുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഉള്ളിൽ നിന്ന് മുമ്പിലോട്ടാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് മടക്കാം. അങ്ങനെ റിപ്പീറ്റേറ്റീവായിട്ട് മാറി മാറി അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ബാസ്ക്കറ്റ് റെഡി ആയിട്ട് കിട്ടുള്ളൂ. കുറച്ചുകൂടി ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പേപ്പർ കപ്പിൻ്റെ അറ്റത്തെ ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാസ്ക്കറ്റിന് കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ടോപ്പ് മോസ്റ്റ് പോർഷനിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് സെയിം സ്ട്രിങ് വെച്ചിട്ട് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ഹാൻഡിൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് റോപ്പാണ് എടുത്തിരിക്കുന്നത്. അതില്ലെങ്കിൽ വയറായാലും മതി. അലങ്കാരപ്പണിക്ക് നമ്മൾ കുറച്ച് പൂക്കൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഫൈനൽ ലുക്ക് സെറ്റ് ആക്കിയത്. നമ്മുടെ ബാസ്ക്കറ്റ് കണ്ടല്ലോ.